കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഹാളിലുള്ള സോഫയിലിരുന്ന് മൊബൈലിൽ എന്തോ നോക്കുകയായിരുന്ന ഹിജാസ് എഴുന്നേറ്റ് വാതിൽ തുറന്നു. അപ്പോൾ തൻ്റെ സഹോദരി ആമിന വാതിൽക്കൽ നിൽക്കുന്നു. ആമിന, നീയോ? എന്താ പെട്ടിയും പ്രമാണങ്ങളൊക്കെ ആയിട്ട്? അളിയൻ ഉസ്മാൻ എവിടെ പോയി? ഇക്ക, അയാൾ ശരിയില്ല. അയാൾക്ക് അവിടെ തൊട്ടടുത്തുള്ള വീട്ടിലും നാട്ടിലും ഒക്കെ പല സ്ത്രീകളുമായിട്ട് വൃത്തികെട്ട ബന്ധമുണ്ട്. എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ എന്നെ മർദ്ദിക്കാനും കൊല്ലാനും വരുന്നു. അതും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ആഹാ, അപ്പോൾ പിന്നെ നീ എന്ത് ചെയ്യും? ഇവിടെയുള്ള നിന്റെ ഓഹരിയൊക്കെ വിറ്റിട്ടാണ് ഈ കല്യാണം കഴിപ്പിച്ചത്. ഇട്ടു തന്ന പൊന്നൊക്കെ കെട്ടിയവനും ചെലവാക്കാൻ കൊടുത്തിട്ട് ഇപ്പോൾ എല്ലാം തൊലച്ചിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് മൂങ്ങുന്നോ? പൊന്നും പണവും പോയതൊക്കെ പോട്ടേക്ക. എനിക്കെൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയാൽ മതി ആ കാട്ടാളൻ്റെ അടുത്തുനിന്ന്. നീ എന്തായാലും അകത്തേക്ക് കയറ്. അപ്പോഴേക്കും അയാളുടെ ഭാര്യ അങ്ങോട്ട് വന്നു. അവിടെ നിൽക്ക്. എന്തിനാ അകത്തോട്ട് കയറുന്നേ? ആമിനെ കെട്ടിച്ചു വിട്ടതല്ലേ? ചോറ് തരുന്ന ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാളെ ശല്യം ചെയ്താൽ പിന്നെ അയാൾ ദേഷ്യപ്പെടില്ലേ? പെണ്ണുങ്ങളായ കണ്ടറിഞ്ഞ് ജീവിക്കണം. ആണുങ്ങളാകുമ്പോൾ പല പരിചയക്കാരും ബന്ധുക്കളും ഉണ്ടാവും. അതൊക്കെ ചിക്കിത്തോണ്ടിയെടുത്ത് സംശയിച്ച് അവരുടെ സമാധാനം തകർക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് തോന്നുമ്പോൾ കയറി വരെ സ്വന്തമായിട്ട് തറവാടുണ്ടായിരിക്കണം. ഇതെങ്ങനെ? അതൊക്കെ വെച്ചിട്ടല്ലേ കല്യാണം കഴിഞ്ഞ് പോയത്? പഴയ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കയറിക്കൂടാന്ന് ആമിനെ വിചാരിച്ചെങ്കിൽ തെറ്റി. ഇക്കാക്ക് ചെറിയ ജോലിയേ ഉള്ളൂ. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തണ്ടും തടിയുള്ള ഒരു പെണ്ണിനെ കൂടി പോറ്റാൻ ഇനി ആവില്ല. നാത്തൂൻ്റെ കുത്തുവാക്കുകൾ കേട്ടതോടെ ആമിന കരയാൻ തുടങ്ങി. വേണ്ട, ഞാൻ പൊയ്ക്കോളാം ഇക്ക. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല. ആമിന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏതായാലും ഞാൻ അളിയനുമായിട്ട് സംസാരിച്ച് ഒരു സമാധാനം ഉണ്ടാക്കും വരെ 2 ദിവസം നീ ഇവിടെ നിൽക്ക്. അങ്ങനെ ആമിന അകത്ത് കയറി ആ വീടിൻ്റെ ഒരു ബെഡ്റൂമിലേക്ക് പോയി. പിറ്റേന്ന് സഹോദരി ആമിനയെയും കൂട്ടി ഉസ്മാനെ അന്വേഷിച്ചിറങ്ങിയ ഹിജാസ് ഒരു പാർക്കിൽ അയാളെ ഏതോ ഒരു പെണ്ണും അതിൻ്റെ കുട്ടിയുമൊത്ത് സല്ലപിക്കുന്നത് കണ്ടു. ആമിനയും ഹിജാസും ഉസ്മാന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ആരാണിത്? പെട്ടെന്ന് ഹിജാസിനെയും തൻ്റെ ഭാര്യ ആമിനയെയും കണ്ട ഉസ്മാൻ ഞെട്ടിപ്പോയി. എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം കുഴഞ്ഞു. ഒന്നും സംസാരിക്കാതെ തല താഴ്ത്തി നിൽക്കുന്ന ഉസ്മാന്റെ ചെകിടടച്ച് ഹിജാസ് ഒന്ന് കൊടുത്തു. ദേഷ്യം കൊണ്ട് ഉസ്മാൻ പറഞ്ഞു, എന്നെ തല്ലണ്ട. എനിക്ക് നിങ്ങളെ പെങ്ങളെ വേണ്ട. അവളെനിക്ക് വീട്ടിൽ ഒരു സമാധാനവും തരുന്നില്ല. എപ്പം നോക്കിയാലും വഴക്കും കുറ്റപ്പെടുത്തലും. ഞാൻ മൊഴി ചൊല്ലുകയാണ് അവളെ. ഇത് കേട്ടതോടെ ഹിജാസിന് കലിയിളകി. അയാൾ ഉസ്മാനെ കൂടുതൽ തല്ലാൻ പോയപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായ ആ പെണ്ണ് തടഞ്ഞു. നിങ്ങളുടെ സഹോദരിയുടെ പിടിപ്പുകേടുകൊണ്ടാണ് അയാൾ എന്നോട് ബന്ധം പുലർത്തിയത്. അതിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ഇനി എനിക്ക് ഉസ്മാനിക്കായി വേണം, ആരിഫ എന്ന ആ സ്ത്രീ പറഞ്ഞു. അത് കേട്ടതോടെ ആമിനയ്ക്ക് കലിയിളകി. അവൾ കുതിച്ചു വന്ന് ആ സ്ത്രീയുടെ കരണടിച്ച് തകർത്തു. എടി, നീ എൻ്റെ ജീവിതം തകർത്തുല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആമിന അവൾ ദേഷ്യം കൊണ്ട് കൈകൊണ്ട് അവളുടെ കഴുത്തും മുടിയും പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഉസ്മാനും അവളും കുട്ടിയും കൂടി രക്ഷപ്പെട്ടു. അങ്ങനെ ആമിനയെയും കൂട്ടി ഹിജാസ് വീട്ടിലേക്ക് മടങ്ങി. വരുന്ന വഴിയിൽ ഹിജാസ് കല്യാണമൊന്നും ആവാതെ 2ാം കെട്ടിന് വേണ്ടി ശ്രമിക്കുന്ന തൻ്റെ സുഹൃത്ത് അഷ്റഫിനെ കാണുന്നു. അഷ്റഫിനോട് അയാൾ തൻ്റെ സഹോദരിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കേട്ട് അഷ്റഫ് തൻ്റെ സുഹൃത്തായ ഹിജാസിനോട് ഒരു കാര്യം പറയുന്നു. അഷ്റഫ് പറഞ്ഞത് നല്ല കാര്യമാണ്. ആമിന ഇപ്പോൾ ടെൻഷനിലല്ലേ? ഏതായാലും അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കാം. അഷ്റഫ്, നീ ഉദ്ദേശിച്ച കാര്യം നടക്കും. തീർച്ചയായും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് സഹോദരിയെയും കൂട്ടി ഹിജാസ് വീട്ടിലേക്ക് മടങ്ങി. അന്ന് വളരെ രാത്രിയിൽ ഉറക്കം വരാതെ ആമിന ഏറെ വിഷമിക്കും. ഇരുളിൻ്റെ മറവിലൂടെ പട്ടണത്തിലേക്ക് നടക്കുന്ന ആമിനയെ ഹിജാസ് കാണും. പട്ടണത്തിൽ നിന്നും ഒരു പറ്റം ആളുകൾ രാത്രിയിൽ അവളെ ഉപദ്രവിക്കും. ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ഇക്ക എന്ന് നിലവിളിക്കും. അത് കേട്ട് ബെഡ്റൂമിൽ നിന്നും ഹിജാസ് ഞെട്ടി ഉണരും. താൻ കണ്ടത് സ്വപ്നമാണെന്ന് തോന്നുന്നു. അയാൾ ഉണർന്നു വന്ന് ആമിന ഉറങ്ങുന്ന വാതിൽ തുറന്നു നോക്കും. അവൾ അവിടെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അത് കണ്ട് ഹിജാസ് തൻ്റെ ബെഡ്റൂമിൽ പോയി ഭാര്യയോടൊപ്പം ഉറങ്ങും. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആമിനയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കുലുക്കി വിളിക്കുന്ന ഭാര്യയെ കണ്ടുകൊണ്ടാണ് ഹിജാസ് ഉണർന്നത്. ഇക്ക, എഴുന്നേൽക്ക്. അവളെ കാണുന്നില്ല. നേരം വെളുത്തപ്പോൾ തൊട്ട് ഞാൻ എവിടെയൊക്കെ തിരക്കി. റൂമിൽ അവളുടെ ബാഗുമില്ല. അയാൾ ഉണർന്നെഴുന്നേറ്റ് ചോദിച്ചു, ആമിനയ്ക്ക് എന്ത് പറ്റി? എനിക്കറിയില്ല എവിടെ പോയെന്ന്. ഉടനെ ഹിജാസ് അവളെ അന്വേഷിച്ചിറങ്ങി. പലയിടത്തും അന്വേഷിച്ചു. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ പലയിടത്തും. ഒടുവിലൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്ന അവളെ അയാൾ കണ്ടെത്തി. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന തൻ്റെ സഹോദരിയെ കണ്ട് അയാൾ ആകെ വിഷമിച്ചു. അയാൾ ആമിന എന്ന് നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ സ്വാന്തനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു.
വേണ്ട ഇക്ക, ഞാൻ പോയേക്കാം. എനിക്ക് മടുത്തു. ആമിന, നീ അങ്ങനെ ചെയ്യരുത്. നിനക്ക് വേറൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തായ അഷ്റഫ്. അവൻ ഒരു പെണ്ണിനെ വേണം. ഇന്നലെ ഈ കാര്യം അവൻ എന്നോട് പറഞ്ഞിരുന്നു. ആ കാര്യം ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പറയാൻ വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാൻ കരുതി രാവിലെ ആകട്ടെ എന്ന്. ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് നീ ഈ കടുങ്കൈ ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ? നിനക്കിനിയും ഒരു ജീവിതമുണ്ട്. സമ്പത്തില്ലെന്നേ ഉള്ളൂ. ഇക്ക നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് കേട്ടപ്പോൾ അവൾക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറന്നു. അവൾ തൻ്റെ ആത്മഹത്യ ചെയ്യണമെന്ന ചിന്താഗതിയിൽ അയവ് വരുത്തി. അയാൾ അവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. തുടർന്ന് ഏറ്റവും അടുത്ത ഒരു നേരം നോക്കി ആമിനയും അഷ്റഫുമായുള്ള വിവാഹം നടന്നു. ഒരു ദിവസം ഉസ്മാൻ ജോലി കഴിഞ്ഞ് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരുമ്പോൾ ആരിഫയുടെയും കുട്ടിയുടെയും കൂടെ ഒരുവനെ കാണുന്നു. ഉസ്മാനിക്ക ഈ കുട്ടി അയാളുടേതാണെന്ന് കരുതി ഇപ്പോൾ എന്നെ പൊന്നുപോലെ പരിപാലിക്കുന്നുണ്ട്. എന്നാ ഈ കാശ് പിടിച്ചോ, ഇത് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞ് ആ പെണ്ണ് തൻ്റെ കാമുകനെ ഉസ്മാന്റെ കയ്യിൽ നിന്നും എടുത്ത കാശ് നൽകുന്ന കാഴ്ച ഉസ്മാൻ മറഞ്ഞിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന കാര്യം ഉസ്മാൻ മനസ്സിലാക്കുന്നു. അയാൾ ആ പെണ്ണിനോടും കുട്ടിയോടും വഴക്കിട്ട് വീട് വിട്ടിറങ്ങുന്നു. ഉസ്മാൻ പോയപ്പോൾ ആ പെണ്ണ് തൻ്റെ കാമുകനെ വിളിച്ച് അവിടെ താമസിപ്പിക്കുന്നു. ആമിനയെ വിട്ടുപോയ ഉസ്മാൻ ആ പെണ്ണിലുണ്ടായ കുട്ടി തൻ്റേതല്ലെന്ന് മനസ്സിലാക്കുന്നു. ജീവിതത്തിൽ ഭാര്യയുമില്ല, കാമുകിയുമില്ല ഇപ്പോൾ ഉസ്മാന്. ആമിന തൻ്റെ പുതിയ ഭർത്താവായ അഷ്റഫുമൊത്ത് സന്തോഷപൂർവ്വം എൻജോയ് ചെയ്ത് നടക്കുന്നത് ഉസ്മാൻ റോഡ് വക്കിലിരുന്ന് ദുഃഖത്തോടെ കണ്ണീരൊഴുക്കി കാണുന്നു.